നമസ്കാരം. KCB ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. യുവാവിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് പരിക്കേൽപ്പിച്ച പ്രതി മാരകായുധങ്ങളുമായി പിടിയിലായത് ഫോർട്ട് കൊച്ചി സ്വദേശി ബോണി. റോഡ് കുഴിയായി. തോപ്പുംപടിയിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് പാഴാകുന്നത് മണിക്കൂറുകൾ. സംസ്ഥാനത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വ്യാപാരികൾ കടയടപ്പ് സമരം നടത്തി. വാർത്തകൾ വിശദമായി. യുവാവിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് പരിക്കേൽപ്പിച്ച പ്രതി മാരകായുധങ്ങളുമായി പിടിയിലായത് ഫോർട്ട് കൊച്ചി സ്വദേശി ബോണി. ആസിഡ് ആക്രമണത്തിൽ യുവാവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിന്റെ നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിലെ പ്രതിയെ മാരകായുധങ്ങളുമായി ഫോർട്ട് കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു. ഫോർട്ട് കൊച്ചി താമരപ്പറമ്പ് സ്വദേശി ബോണി എന്ന 39-കാരനെയാണ് ഫോർട്ട് കൊച്ചി SI S രാജേഷും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ പ്രതിയുടെ താമരപ്പറമ്പിന് സമീപമുള്ള വീടിന് മുന്നിൽ വെച്ചാണ് പാണ്ടിക്കുടി സ്വദേശി ഷട്നോയുടെ മുഖത്ത് ഇയാൾ ആസിഡ് ഒഴിച്ചത്. പ്രതിയുടെ പിതാവ് പോളിനെ ജോലിക്ക് വിളിക്കുവാൻ ചെന്നതാണ് ഷട്നോയെ ആദ്യം ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിലും എറണാകുളം ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഷട്നോയുടെ ഇടത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടത് മൂക്കിനും കീഴ്ചുണ്ടിനും പരിക്കേറ്റിട്ടുണ്ട്. ആസിഡ് ആക്രമണം സംബന്ധിച്ച കേസിൽ അന്വേഷണം നടക്കവെയാണ് പ്രതി മാരകായുധങ്ങളുമായി പിടിയിലാവുന്നത്. ഇയാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത വേളയിൽ കിടപ്പുമുറി പരിശോധിച്ചപ്പോൾ കട്ടിലിന് അടിയിൽ നിന്നാണ് മാരകായുധങ്ങൾ പിടിച്ചെടുത്തത്. കൊട്ടേഷൻ സംഘങ്ങളിൽ പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ആയുധങ്ങളാണ് ഇയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. 8 വടിവാൾ, 2 ചുറ്റിക, 1 ചുരിക, വെട്ടുകത്തി, ഉളി ഉൾപ്പെടെ 18 ആയുധങ്ങൾ ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത നെഞ്ചക്വാർ ഏറെ അപകടം പിടിച്ചതാണ്. യുവാവിനെ ആക്രമിച്ചതിനും ആയുധങ്ങൾ സൂക്ഷിച്ചതിനും ആയുധ നിരോധന നിയമപ്രകാരവും പോലീസ് കേസെടുത്തിട്ടുണ്ട്. SI സുരേഷ്, സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. റോഡ് കുഴിയായി. തോപ്പുംപടിയിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് പാഴാകുന്നത് മണിക്കൂറുകൾ. പശ്ചിമ കൊച്ചിയിലെ പ്രധാന കവലയായ തോപ്പുംപടിയിലെ റോഡുകൾ തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. അവധി ദിവസങ്ങളിൽ പോലും ഗതാഗതക്കുരുക്കിൽപ്പെട്ട വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കാണാൻ കഴിയുന്നത്. തോപ്പുംപടിയിലെ പ്രധാന 2 സ്കൂളുകളുടെ മുൻവശത്തെ റോഡുകൾ തകർന്നിട്ട് മാസങ്ങളായെങ്കിലും നന്നാക്കുന്നതിന് യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. അവർ ലേഡീസ് സ്കൂളിന് മുൻവശത്ത് വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. വിദ്യാർത്ഥികൾ റോഡ് മുറിച്ചു കടക്കുന്നത് ഏറെ സമയം കാത്തുനിന്നതിന് ശേഷമാണ്. രാവിലെയും വൈകിട്ടും ഇവിടെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. മഴയുള്ള സമയത്ത് വാഹനങ്ങൾ കുഴിയിൽ ചാടുമ്പോൾ യൂണിഫോമിൽ ചെളി തെറിക്കുന്നത് വിദ്യാർത്ഥികളെ ഏറെ പ്രയാസത്തിലാക്കുന്നുണ്ട്. തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിന് മുന്നിലും വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അവർ ലേഡീസ് ജംഗ്ഷനിൽ നിന്ന് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ വരെ വാഹനം ഒച്ച് ഇഴയുന്ന വേഗതയിലാണ് വരുന്നത്. തോപ്പുംപടി BOT പാലത്തിന്റെ അപ്രോച്ച് റോഡും തകർന്നു കിടക്കുകയാണ്. ഇവിടെയും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. തോപ്പുംപടിയിൽ നിന്ന് നഗരത്തിലെത്താൻ ഇപ്പോൾ മണിക്കൂറുകൾ തന്നെ കാത്തുകിടക്കേണ്ട അവസ്ഥയാണ്. നഗരത്തിലെ ഗതാഗതക്കുരുക്കും കൂടി ഏറ്റുവാങ്ങേണ്ടി വരുന്നതോടെ യാത്രക്കാർ കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താനാകാതെ വലയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വ്യാപാരികൾ കടയടപ്പ് സമരം നടത്തി. സംസ്ഥാനത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വ്യാപാരികൾ കടയടച്ച് സമരം ചെയ്തു. സപ്ലൈകോ ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയും പണിമുടക്കി. വ്യാപാരികളുടേത് സൂചനാ പണിമുടക്കും സപ്ലൈകോ ജീവനക്കാരുടേത് അനിശ്ചിതകാല പണിമുടക്കുമായിരുന്നു. വ്യാപാരി സമരത്തിന് ധാർമ്മിക പിന്തുണയുണ്ടെങ്കിലും ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിച്ചു. ഇടത് അനുകൂല വ്യാപാരി വ്യവസായ സമിതിയും കോൺഗ്രസ് അനുകൂല വ്യാപാരി വ്യവസായി കോൺഗ്രസും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻകോയ വിഭാഗവും സമരവുമായി സഹകരിച്ചില്ല. സപ്ലൈകോ സമരത്തിൽ നിന്ന് സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷനും വിട്ടുനിന്നു. ചിറക്കൽ വൈഡ്സിന്റെ കീഴിലുള്ള കീർത്തി SHGയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തി കൊത്തലങ്കോ ബ്രദേഴ്സിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ചിറക്കൽ വൈഡ്സിന്റെ കീഴിലുള്ള കീർത്തി സോഷ്യൽ ഹെൽപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പള്ളുരുത്തി കൊത്തലങ്കോ ബ്രദേഴ്സിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി. ഓണസദ്യയും അന്തേവാസികൾക്കായി ഒരുക്കിയിരുന്നു. 45 അന്തേവാസികളാണ് ഇവിടെയുള്ളത്. ഇവർ സ്വന്തമായി നിർമ്മിച്ച ഉപകരണങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. സംഘാടകർ ഇതിൽ പലതും വാങ്ങുകയും ചെയ്തു. പരിപാടിയിൽ ഫാദർ ആന്റണി അറക്കൽ, ഫാദർ സണ്ണി, ബ്രദർ ജോസഫ് വെങ്കശ്ശേരി, ബ്രദർ ആന്റണി, ബ്രദർ ജോർജ്, സിസ്റ്റർ എലിസബത്ത്, ബിനി തോമസ് എന്നിവർ സംസാരിച്ചു. കുഞ്ഞുമോൾ ബാബു പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചിറക്കലെ ഇടവകയുടെ കീഴിലുള്ള SHG യൂണിറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ വർഷവും നിങ്ങൾ ഇടവകയിൽ ഈ ഓണാഘോഷ പരിപാടി നടത്തുന്നു. എന്നാൽ ഇന്ന് ഇവിടെയുള്ള ഈ സഹോദരന്മാരോടുകൂടെ, അതായത് ഒരുപക്ഷെ എല്ലാവരാലും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട് ആരുമില്ലാതെ അങ്ങനെ ജീവിക്കുന്ന അവരോട് കൂടെ ഒരു ഓണസദ്യ കഴിക്കാനായിട്ട് ഇവിടെ വരിക തീർച്ചയായിട്ടും വളരെ അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യമാണ്. അവരോട് കൂടെ പങ്കുവെക്കുക
ഓണത്തിൻ്റെ സന്ദേശം അത് തന്നെയാണല്ലോ. മാവേലി തനിക്കുള്ളതെല്ലാം വിറ്റ് തനിക്കുള്ളതെല്ലാം കൊടുത്ത് മറ്റുള്ളതായിട്ട് പങ്കുവെച്ച ഒരു സന്ദേശമാണ് ഓണം നമുക്ക് നൽകുക. കാരണം വിറ്റ് ഓണം ഉണ്ണണം. അപ്പോൾ അത്രമാത്രം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ജീവിക്കണമെന്നുള്ളൊരു സന്ദേശമാണ് ഓണം നമുക്ക് തരിക. അപ്പം നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ഇവിടെയുള്ള ചേട്ടന്മാരെ പങ്കെടുപ്പിക്കാനായിട്ട് നിങ്ങളുടെ സമയവും കഴിവും സമ്പത്തും ആരോഗ്യവും എല്ലാം നൽകിക്കൊണ്ട് ഇവിടെ വന്ന് അവരുടെ കൂടെ കളിക്കുകയും അവരുടെ കൂടെ മത്സരത്തിൽ സംബന്ധിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് അവരുടെ സന്തോഷത്തിൽ നിങ്ങളുടെ സന്തോഷം അവരുമായിട്ട് പങ്കുവയ്ക്കുകയും അവരുടെ സന്തോഷം നിങ്ങളെ പങ്കുവയ്ക്കുകയും ചെയ്ത വാസ്തവത്തിൽ വളരെ നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കൊങ്കണി ഭാഷയ്ക്ക് അമൂല്യ സംഭാവനകൾ നൽകിയ ബഹുമുഖ പ്രതിഭാശാലി വി ഷേഡ്ബൽ രാജ് അനുസ്മരണവും കൊങ്കണി ഗാന CD പ്രകാശനവും ഞായറാഴ്ച നടക്കും. സാഹിത്യകാരൻ, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, ഗായകൻ, നടൻ, ഭജന, ഹരികഥ അവതാരകൻ, വാഗ്മി, സാമൂഹ്യ പ്രവർത്തകൻ, സംഘാടകൻ എന്നീ നിലകളിൽ ബഹുമുഖ പ്രതിഭയായിരുന്ന വി ഷേഡ് ബൽരാജിന്റെ അനുസ്മരണവും കൊങ്കണി ഗാന CD പ്രകാശനവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കൊങ്കണി ഭാഷാ സമൂഹത്തിന്റെ ഉന്നതിക്കായി കലാസാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്ത് അദ്ദേഹം നിസ്തൂല സേവനമനുഷ്ഠിച്ചു. കൊങ്കണി, തമിഴ്, മലയാളം, ഹിന്ദി, മറാഠി ഭാഷകളിലായി ഒട്ടേറെ ഗാനങ്ങൾ രചിക്കുകയും ഈണം നൽകുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ, ആലപ്പുഴ, തിരുനെൽവേലി റേഡിയോ നിലയങ്ങൾ ബൽരാജിന്റെ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. മൺതാരി അജ്ജി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഒരു ഗാനസമാഹാരം 1980 കൊങ്കണി പ്രേമി മണ്ഡൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മൺതാരി അജ്ജി, ദേവ് പൗലോ എന്നീ പ്രശസ്തമായ നാടകങ്ങൾ കൂടാതെ അനേകം നാടകങ്ങൾ രചിക്കുകയും സംവിധാനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പുരാണകൃതികളെ ആസ്പദമാക്കി അദ്ദേഹം അവതരിപ്പിച്ച ഹരികഥകൾ ഭക്തിരസം തുളുമ്പുന്നതും സംഗീതാത്മകവും എന്നതിലുപരി മാനുഷിക മൂല്യങ്ങൾ നിറഞ്ഞതുമാണ്. അദ്ദേഹത്തിന്റെ ശ്രവണ സുന്ദരമായ ശബ്ദമാധുര്യം ആസ്വാദകരെ ആനന്ദലഹരിയിലായിത്തീരുന്നു. ശ്രീ ജനാർദ്ദന ക്ഷേത്രാങ്കണത്തിൽ ഒരു അനുഷ്ഠാനമായി മാത്രം ഒതുങ്ങി നിന്നിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗൊഡെ എന്ന അനുഷ്ഠാന കലാരൂപത്തിന് മനോഹരമായ ദൃശ്യാവിഷ്കാരം നൽകിയ ബൽരാജ് കൊങ്കണി ഭാഷ കലാ സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനയാണ് നൽകിയിരിക്കുന്നത്. ആദ്യകാല സിനിമാവാരികളിൽ ഒന്നായ ചിത്രസാഗർ എന്ന ആനുകാലികത്തിന്റെ എഡിറ്ററും പ്രസാധകനുമായിരുന്നു അദ്ദേഹം. ഫോർട്ട് കൊച്ചി വെളിയിലെ ശ്മശാനം നിലനിർത്തുന്നതിനായി നടന്ന പ്രക്ഷോഭത്തിന് നൽകിക്കൊണ്ട് സമൂഹത്തിലുള്ള പ്രതിബദ്ധതയും അദ്ദേഹം പ്രകടിപ്പിച്ചതായി കൊങ്കണി പ്രേമി മണ്ഡൽ ഭാരവാഹികൾ പറഞ്ഞു. ഹർദിപൂർ ഗുരുമഠത്തിന്റെ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം അവസാന നിമിഷം വരെ മഠത്തിനു വേണ്ടി പ്രവർത്തിച്ചു. വൈശ്യ സമാജിന്റെ ജനറൽ സെക്രട്ടറി ആയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 4:30 അമരാവതി ശ്രീ ജനാർദ്ദന കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഡൊമിനിക് പ്രസന്റേഷൻ MLA ഉദ്ഘാടനം ചെയ്യും. ശ്രീ ജനാർദ്ദന ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി T വിദ്യാസാഗർ അധ്യക്ഷത വഹിക്കും. CD പ്രകാശനം സംഗീത സംവിധായകൻ MK അർജുനൻ മാസ്റ്റർ നിർവഹിക്കും. CD ഏറ്റുവാങ്ങുന്നത് MR ശിവരാമ മാസ്റ്റർ സ്മാരക സംഗീത വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ വിജയരാജൻ മാസ്റ്ററാണ്. പയ്യന്നൂർ രമേശ് പൈ, PN കൃഷ്ണൻ, PS രാജം, ശ്യാമള S പ്രഭു, ശരത് ചന്ദ്ര ഷേണായി, N പുരുഷോത്തമ മല്യ, R ഭാസ്കർ ഷേണായി, PR ഷൺമുഖം, സുരേഷ് A ഷേണായി, VN വസന്തകുമാർ, BS രമേശ്, US ബൽറാം, RS ഭാസ്കർ, KN വിജിത് കുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തും. ഷേഡ് ബൽരാജ് രചനയും സംഗീതവും നിർവഹിച്ച കൊങ്കണി ഗാന CDയിലെ ഗാനങ്ങളുടെ അവതരണം മുരളീധർ G ഷേണായി, പ്രകാശ് ബാബു, ഗണേഷ് പ്രഭു, LM സുധാകർ, അരുൺ നായിക്, ജ്യോതി ഉമേഷ്, സേതു രഘുരാജ്, സുമന S പൈ, സുജിത സഞ്ജയ്, സുനിത പ്രകാശ്, റീതു ഉമേഷ് എന്നിവർ ചേർന്ന് ആലപിക്കും. പരിപാടിയിൽ LM സുധാകർ സ്വാഗതം ആശംസിക്കും. പത്രസമ്മേളനത്തിൽ KS അജിത് കുമാർ, ഷേഡ് ബൽരാജിന്റെ മകൾ സീതാലക്ഷ്മി, രമേശ് അമരാവതി എന്നിവർ പങ്കെടുത്തു. ഇറക്കാൻ പോകുന്ന ഒരു CD ആണ് മൺതാരി അജ്ജി. കൊങ്കണി ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഓഗസ്റ്റ് 24 ഞായറാഴ്ച ശ്രീ ജനാർദ്ദന കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ്. വൈകിട്ട് 5 മണിക്കാണ്. ഡൊമിനിക് പ്രസന്റേഷനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. CD പ്രകാശനം ചെയ്യുന്നത് സംഗീതം സംവിധായകൻ ശ്രീ അർജുന മാഷാണ്. CD ഏറ്റുവാങ്ങുന്നത് വിജയരാജൻ മാഷാണ്. വി ഷേഡ് ബൽരാജിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം അമരാവതിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ഭാഷയ്ക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിന് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. പഴയ തലമുറയ്ക്ക് അറിയാൻ പറ്റും. ഫോർട്ട് കൊച്ചി ശ്മശാനത്തിന് വേണ്ടി ശ്മശാന സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തി. ആ ശ്മശാനം അവിടെ തന്നെ ഫോർട്ട് കൊച്ചി വെളിയിൽ ഇപ്പോഴുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ്. അതല്ലാതെ മലയാള സിനിമാ വാരികകളൊന്നും നാനേക്കാളും മുന്നേ ചിത്രസാഗർ എന്ന് പറഞ്ഞിട്ടൊരു വാരികകൾ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. പിന്നെ റേഡിയോ നിലയങ്ങൾ പണ്ട് കൊച്ചി, തിരുനെൽവേലി, ആലപ്പുഴ ആ സമയത്ത് എല്ലാ കൊങ്കണി ഭാഷകളിൽ പാട്ട് പാടുമായിരുന്നു. അതല്ലാതെ ഹരികഥ പുള്ളി തന്നെ എഴുതി സംഗീതം കൊടുത്തിട്ട്
ഹരികഥ അമ്പലങ്ങളിൽ ചെയ്യുമായിരുന്നു. ശ്രീകരത്തിന്റെ ആസ്ഥാന ഉദ്ഘാടനവും എന്റെ വീട് പദ്ധതി സമാരംഭവും ഞായറാഴ്ച ജില്ലാ കളക്ടർ രാജമാണിക്യം ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി ആരോഗ്യരംഗത്ത് സൗജന്യ സേവനം ചെയ്യുന്ന ശ്രീകരത്തിന്റെ ആസ്ഥാനോദ്ഘാടനവും എന്റെ വീട് പദ്ധതിയുടെ സമാരംഭവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സൗജന്യ ചികിത്സയും ഔഷധ വിതരണവും പ്രാഥമികമായി ആരംഭിച്ച ശ്രീകരം ഇന്ന് 1000-ലധികം അർഹരായ രോഗികൾക്ക് അത്താണിയാണെന്നും വിവിധ സുരക്ഷാ പദ്ധതികളും ശ്രീകരം സ്വന്തമായി നടത്തുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആംബുലൻസ് കഴിഞ്ഞ 3 വർഷമായി സേവനം നടത്തുന്നു. പകൽ വീട് എന്ന പദ്ധതിയും ശ്രീകരത്തിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. ക്യാൻസർ, ഡയാലിസിസ് രോഗികൾക്ക് സാമ്പത്തിക സഹായം ശ്രീകരത്തിന്റെ പ്രത്യേകതയാണ്. പ്രതിമാസം സഹായധനം നൽകുന്നു. പഴയ പത്രശേഖരം വിറ്റയിച്ചാണ് ഇതിനായുള്ള തുക കണ്ടെത്തുന്നത്. ചികിത്സാ സഹായത്തിനായി ശ്രീരക്ഷ എന്ന പദ്ധതിയും പ്രവർത്തിക്കുന്നു. സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായ സ്വയാശ്രയ സ്ത്രീകൾക്ക് പലിശരഹിത വായ്പ വഴി സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. മാസത്തിലൊരിക്കലുള്ള മാസച്ചന്ത വഴി ഉൽപ്പന്നങ്ങൾ ഇവർ വിറ്റഴിക്കുന്നു. തിലകക്കുറിയെന്നോണം ആലാത്തുകുറ്റി റോഡിൽ 7 സെന്റ് സ്ഥലവും വീടും ചുരുങ്ങിയ സമയത്തിനകം ശ്രീകരം സ്വന്തമാക്കി. 50 ലക്ഷത്തിലേറെ രൂപ ഇതിനായി വേണ്ടി വന്നു. ആരോരുമില്ലാത്ത വയോധികർക്കൊരു ആശ്രയമാകുകയാണ് ഇവിടെ. ഈ വർഷം ക്യാൻസർ, വൃക്കരോഗ പ്രതിരോധത്തിനും ആരോഗ്യ സാക്ഷരതയ്ക്കുമാണ് ഊന്നൽ നൽകിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആരോഗ്യ സാക്ഷരതയുടെ ഭാഗമായി പ്രശസ്ത ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ മോഹനൻ നായർ രചിച്ച കൈപ്പുസ്തകവും ശ്രീകരം പുറത്തിറക്കുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പരിപാടി ജില്ലാ കളക്ടർ രാജമാണിക്യം ഉദ്ഘാടനം ചെയ്യും. ശ്രീകരം പ്രസിഡന്റ് ആർ പ്രകാശ് അധ്യക്ഷത വഹിക്കും. കെ എൻ ആനന്ദകുമാറിനെ ചടങ്ങിൽ ആദരിക്കും. എന്റെ വീട് പദ്ധതിയുടെ സമാരംഭം ഡൊമിനിക് പ്രസന്റേഷൻ MLA നിർവഹിക്കും. ക്യാൻസർ കൈപ്പുസ്തക പ്രകാശനം മുൻ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ KR വിശ്വംഭരൻ പ്രകാശനം ചെയ്യും. സജീവ് ബാലകൃഷ്ണൻ, അബ്ദുൽ അസീസ്, P കുട്ടികൃഷ്ണൻ, മോഹനൻ നായർ, V രാമലിംഗം, രാജൻ പയ്യപ്പള്ളി, P കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിക്കും. പത്രസമ്മേളനത്തിൽ ഉത്രാടം രാജേന്ദ്രൻ, MG പൈ, ചന്ദ്രകാന്ത് സംഗാനി, പ്രസിഡന്റ് ആർ പ്രകാശ്, CG പ്രദീപ്, CN രവികുമാർ, അനന്തരാജ്, ജയാനന്ദ പൈ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും വലിയ കാര്യം തുടങ്ങിയത് ഏകദേശം 100 ആളുകൾക്ക് ഔഷധ വിതരണവും അതുപോലെ വേണ്ട മെഡിക്കൽ സപ്പോർട്ടും നൽകിക്കൊണ്ടാണ്. പിന്നെ പിന്നീട് അത് മനസ്സിലായി അത് മാത്രം പോരാ. കാരണം ഈ മെഡിസിന് വേണ്ടി വരുന്ന ആളുകളിൽ പലരും ഭക്ഷണം കഴിക്കാതെ അവിടെ തലയുറ്റി വീഴുന്ന രംഗങ്ങൾ കാണാൻ സാധിച്ചു. അപ്പോഴാണ് മറ്റൊരാശയം ഉയർന്നു വന്നത്. അത് വേണ്ട മെഡിക്കൽ എയ്ഡ് മാത്രം പോരാ, എന്നുവെച്ചാൽ അവർക്ക് ഭക്ഷണവും കൂടെ വേണം. അങ്ങനെ പ്രാതൽ എല്ലാ ദിവസവും തുടങ്ങി. അതിൽ കുട്ടികൾ അതുപോലെ മുതിർന്ന പൗരന്മാർ ഇവരടക്കം ഏകദേശം 40 പേര് സ്ഥിരമായിട്ട് വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നു. അതുകൂടാതെ പിന്നീട് ആവശ്യം വന്നത് അവിടെ ഈ ആംബുലൻസ് ആയിരുന്നു. ആംബുലൻസ് അതുപോലെ നമുക്ക് പുറത്തിറങ്ങാൻ സാധിച്ചു. ആംബുലൻസും പൊതുജനങ്ങളുടെ സഹായത്തിന് നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് 3 വർഷമായി പ്രവർത്തിച്ചു. പിന്നീട് ഉയർന്നു വന്ന കാര്യം ഇത് മാത്രം പോരാ, ഹോമിയോ കൂടെ വരണം. ഹോമിയോ ചികിത്സയ്ക്ക് വേണ്ടി 6 ഡോക്ടർമാരും മുമ്പോട്ട് വന്നു. ആ 6 പേരും സൗജന്യമായിട്ട് സേവനം നടത്തുകയാണ്. നേരത്തെ പറഞ്ഞ ഡോക്ടേഴ്സ് 18 ഉണ്ടായിരുന്നവർ 2 പേര് മരിച്ചു. പുതുതായിട്ട് ആളുകൾ വരുന്നുണ്ട്. അവരും സൗജന്യ സേവനമാണ് നടത്തുന്നത്. ആഴ്ചയിൽ 2 ദിവസം അവരുടെ ക്ലിനിക്ക് നടത്തുന്നത്. കൂടാതെ ഇതിനു വേണ്ടി ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. ഏകദേശം 60,000 രൂപ പ്രതിമാസം നമുക്ക് ചിലവുണ്ട്. ഇവിടെ ഈ പ്രതിമാസത്തെ ചിലവ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടന്നു പോകുന്നു. അതിൽ 250 രൂപ മുതൽ ഏറ്റവും നല്ല എമൗണ്ട് 3000 രൂപയും 2000 രൂപയും 1000 രൂപയൊക്കെ തരുന്ന ആളുകളടക്കം ഈ സംഖ്യ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആകെ കളക്ഷൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങിയത് 2 കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ആംബുലൻസ് സ്വന്തമാക്കാൻ, അതിനുശേഷം 2 ലക്ഷം പിരിച്ച് പഠിക്കാൻ ആവശ്യം നിൽക്കും, അത് നിർത്തി. RSPM ജില്ലാ സമ്മേളനം തോപ്പുംപടിയിൽ ബാബു ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. RSPM ജില്ലാ സമ്മേളനം തോപ്പുംപടി BM സെന്ററിൽ നടന്നു. സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബാബു ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. KU ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഷിഹാബ് കോട്ടയിൽ, TS അനിൽകുമാർ, അജയ് ഗുപ്ത, സ്റ്റീഫൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. പ്രത്യേകം നൽകാവുന്ന ഒരു രഹസ്യമായിരുന്നു. അത് BJP തന്നെ
RSS ആയാലും ജനസംഘമായാലും അതുപോലുള്ള ഏത് അവരുടെ ഈ സംഘടനയായാലും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇന്ത്യ കഴിഞ്ഞ ദിവസം വലിയ പ്രശ്നം ഇന്നിപ്പോ 2-3 ദിവസങ്ങളായി നമുക്കിപ്പോ ഈ കേരളത്തിൽ എന്തായാലും വലിയ ഭാഗ്യമുള്ളത് ഇതൊന്നും അത്ര സജീവമായ ചർച്ച ഈ നമ്മുടെ ചാനലുകൾ ഏറ്റെടുക്കുന്നു. വേറെ കാര്യങ്ങൾ ചാനലുകൾക്ക് വേറെ ഒരുപാട് വിഷയങ്ങൾ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 70ാമത് ജന്മദിനം കോൺഗ്രസ് ന്യൂനപക്ഷ വിഭാഗം പള്ളുരുത്തി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 70ാമത് ജന്മദിനം കോൺഗ്രസ് ന്യൂനപക്ഷ വിഭാഗം പള്ളുരുത്തി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സദ്ഭാവനാ ദിനമായി ആചരിച്ചു. ഇതോടനുബന്ധിച്ച് തോപ്പുംപടി KV തോമസ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. യോഗത്തിൽ കോൺഗ്രസ് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് AS ജോൺ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കൊച്ചി സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് PH നാസർ, Z മൻസൂർ, CX ജൂഡ്, PK റഹീം, അഡ്വക്കേറ്റ് ജോസി സേവ്യർ, TP മാർട്ടിൻ, CJ കുഞ്ഞുകുഞ്ഞ്, ടെൽമ പൊന്നൻ, OC പിൻഹീറോ, MT ജോൺ, IA ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. രാജീവ് ഗാന്ധി തൻ്റെ ഭരണകാലഘട്ടത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും കാഴ്ചവെച്ച മഹത്തായ സന്ദേശവും സേവനവും രാജ്യം ഓർക്കുന്ന ദിനം. രാജീവ് ഗാന്ധിയുടെ ഈ ദിനം സദ്ഭാവനാ ദിനമായിട്ടാണ് നാം ഇന്ന് ആചരിക്കുന്നത്. നമുക്കറിയാം 1989 ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വർഗീയ കലാപങ്ങളുണ്ടായ കാലഘട്ടത്തിലെല്ലാം അതിനെയെല്ലാം ഫലപ്രദമായി നേരിടുന്നതിന് അന്നത്തെ ഗവൺമെൻറ് പരാജയപ്പെട്ട സാഹചര്യത്തിൽ അന്ന് അക്രമത്തിനും അനീതിക്കും ഇരയായവരെ സാന്ത്വനിപ്പിക്കുന്നതിനും അവർക്ക് സാന്ത്വനമേകുന്നതിനും വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി നടത്തിയ യാത്രയുടെ ഭാഗമായി കേരളത്തിൽ കറുകുറ്റി മുതൽ അങ്കമാലിലെ കറുകുറ്റി മുതൽ തൃപ്പൂണിത്തുറ വരെ നടത്തിയ യാത്രയുടെ ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടം സുവർണ കാലഘട്ടമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടവകാശം നൽകിയത് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണ്. അതോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുള്ള കുതിച്ചുചാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയുടെ കാലഘട്ടം എന്നും നാം ഓർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാജിയുടെ ദാരുണമായ അന്ത്യത്തെ തുടർന്നാണ് 1984 രാജീവ് ഗാന്ധിക്ക് ഇന്ത്യയുടെ ഭരണത്തിലേക്ക് കടന്നു വരേണ്ടി വന്നത്. ഒട്ടനവധി പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, ശ്രീലങ്കയിൽ ഉണ്ടായ വംശീയ കലാപങ്ങളെ നേരിടുന്നതിന് വേണ്ടി ഇന്ത്യ അവിടെ സൈന്യത്തെ അയച്ചതിൻ്റെ പേരിൽ ഇന്ത്യയുടെ രാജീവ് ഗാന്ധിക്ക് തൻ്റെ സ്വന്തം ജീവനെന്ന ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലുമാണ് നമ്മുടെ രാജ്യ സുരക്ഷയെ കരുതിക്കൊണ്ട് സ്വന്തം തൊട്ട അയൽപക്കത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇടപെടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ സേനയെ അയക്കുകയും ശ്രീലങ്കയിൽ സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ രാജീവ് ഗാന്ധിക്ക് അന്ന് LTTയുടെ ഭീഷണി ഉണ്ടാവുകയും ആ ഭീഷണിയുടെ ഫലമായിട്ടാണ് മെയ് 21 രാജീവ് ഗാന്ധിക്ക് തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി, ഇന്ത്യയുടെ സുസ്ഥിരതയ്ക്ക് വേണ്ടി തൻ്റെ ചെറിയ ഒരു കാലയളവിൽ സമർത്ഥമായി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി തൻ്റെ സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത രാജീവ് ഗാന്ധിയുടെ ആ പാവന സ്മരണ എന്നും രാജ്യം ഓർക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാജീവ്ജിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാന വാർത്തകൾ വീണ്ടും. യുവാവിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് പരിക്കേൽപ്പിച്ച പ്രതി മാരകായുധങ്ങളുമായി പിടിയിലായത് ഫോർട്ട് കൊച്ചി സ്വദേശി ബോണി. റോഡ് കുഴിയായി, തോപ്പുംപടിയിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് പാഴാകുന്നത് മണിക്കൂറുകൾ. സംസ്ഥാനത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വ്യാപാരികൾ കടയടപ്പ് സമരം നടത്തി. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.